ക്രിപ്റ്റോ ലോകം അത്ഭുതങ്ങൾ നിറഞ്ഞാണ്. അതിലൊന്നാണ് Xellarfx എന്ന് പറയുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. നമ്മൾ നല്ല പ്രൊജക്റ്റുകളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിപ്റ്റോയിൽ നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനാകും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പലരും എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. Xellarfxനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അതിൽ പലരും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. ഫണ്ട് ആഡ് ചെയ്യുന്ന വീഡിയോ അത് എല്ലാവരും ചോദിച്ചതാണ്. ആ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ Xellarfx എന്ന് പറയുന്ന 0.3% മുതൽ 3% വരെ നമുക്ക് വരുമാനം ലഭിക്കുന്ന നല്ലൊരു പ്രൊജക്റ്റാണ്, നല്ലൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. മൺഡേ ടു സൺഡേ വരെ 7 ഡേയ്സും നമുക്കിതിൽ ട്രേഡ് നടക്കുന്നുണ്ട്. അതായത് ക്രിപ്റ്റോയിലും ഫോറക്സിലും ട്രേഡ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 7 ഡേയ്സ് കിട്ടുന്നുണ്ട്. മൺഡേ ടു ഫ്രൈഡേ വരെ ക്രിപ്റ്റോയിലും ഫോറക്സിലും കിട്ടുന്നുണ്ട്. സാറ്റർഡേയും സൺഡേയും നമുക്ക് ക്രിപ്റ്റോയിൽ മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നല്ല സാമ്പത്തിക ഭദ്രതയാണ്. അതുപോലെ തന്നെ നമുക്ക് ടീംസ് നമുക്കിതുപോലെ റെഫർ ചെയ്ത് കഴിഞ്ഞാലും റാങ്കിങ് ബെനിഫിറ്റ് ഉണ്ട്. ഒരുപാട് ബെനിഫിറ്റ് ഉള്ള നല്ല ഒരു ഇതാണ് നമ്മുടെ Xellarfx എന്ന് പറയുന്നത്. നമുക്ക് ഫണ്ട് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് അതാണ്. ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ട്രേഡ് നൗ എന്നുള്ള ഓപ്ഷൻ കാണാം. ട്രേഡ് നൗ സെലക്ട് ചെയ്യുക. ദെൻ വരുന്ന പേജിലാണ് നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്യേണ്ടത്. മിനിമം നമുക്ക് $10 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എമൗണ്ട് അത് എൻ്റർ ചെയ്യുക. ട്രേഡ് നൗ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ പേയ്മെന്റ് ഇൻഫോർമേഷൻ ആണ്. പേയ്മെന്റ് ഇൻഫോർമേഷൻ എന്നുള്ളടത്ത് ഫസ്റ്റ് നമ്മുടെ നെറ്റ്വർക്ക് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഏതാണോ TRC20 ആണോ EP20 ആണോ ഏതാണോ നമ്മുടെ നെറ്റ്വർക്ക് അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ട് മുകളിൽ നമുക്ക് വാലറ്റ് അഡ്രസ്സ് കാണാം. അവിടെ കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ആവും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോപ്പി ചെയ്ത വാലറ്റ് അഡ്രസ്സ് നമ്മൾ ഏതാണോ, നമ്മുടെ ബിനാൻസ് ആണോ അതോ ട്രസ്റ്റ് വാലറ്റ് ആണോ ഏതിലാണോ നമ്മൾ ട്രാൻസാക്ഷൻ നമ്മുടെ ഡോളർ ഉള്ളത് ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പം നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ USDT സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻഡ് ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ എമൗണ്ട് എൻ്റർ ചെയ്യുകയാണ്. $10 എന്നുള്ളത് ട്രാൻസാക്ഷൻ കൊടുത്തു. നമ്മുടെ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് വന്ന പേജിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്ന് കാണാം. നമ്മൾ ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. വരുന്ന പേജിൻ്റെ ട്രാൻസ്ഫർ എന്നുള്ള പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അവിടെ മോർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ഹാഷ് എന്നുള്ളടത്ത് കോപ്പി സിമ്പിൾ കാണാം. അപ്പം നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ID കോപ്പി ചെയ്യാം. വീണ്ടും നമുക്ക് നമ്മുടെ Xellarfxന്റെ സൈറ്റിലേക്ക് വരാം. സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർമെന്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ തൊട്ട് മുന്നേ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ID ഇവിടെ കോപ്പി ചെയ്യുക. പിന്നീട് പേയ്മെന്റ് പ്രൂഫായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ടാണ്. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ചൂസ് ഫയൽ കൊടുക്കുക. മീഡിയ പിക്കർ സെലക്ട് ചെയ്യുക. നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് ആയതിനു ശേഷം ഡെപ്പോസിറ്റ് നൗ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് സ്ക്രീനിൽ കാണാം. പിന്നീട് ടോട്ടൽ ഡെപ്പോസിറ്റ് എന്നുള്ളടത്ത് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത $10 കാണാം. പിന്നീട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് 2 minutes വെയിറ്റ് ചെയ്തിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.